ഹായ് ഹലോ. അപ്പോൾ നമുക്കിത് ഡോണ്ട് ആൻഡ് ഡു ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബേസിക് എലമെൻറ്റ്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈൻ നോക്കാം. ലൈൻ അതുപോലെ നമ്മൾ ജസ്റ്റ് വരച്ചു കൊടുക്കല്ല വേണ്ടത്, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഇതുപോലെ പ്രഷർ കൊടുത്ത് വലിച്ചെടുക്കുക. അതുപോലെ പ്രഷർ കൊടുത്ത് വലിക്കുമ്പോൾ നമ്മൾ അടിയിൽ ടച്ച് ആവാൻ പാടില്ല കേട്ടോ. അതുപോലെ ഒരൊറ്റ പ്രഷറിൽ തന്നെ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ലൈൻ ഇങ്ങനെ കട്ടായി പോകും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് തിക്ക് ലൈൻ നോക്കാം. തിക്ക് ലൈൻ അതുപോലെ ജസ്റ്റ് തിക്കാക്കി കൊടുക്കുകയല്ല വേണ്ടത്, നല്ല രണ്ട് ലൈൻ കൊടുത്ത് ഒരൊറ്റ പ്രഷറിൽ തന്നെ തിക്കാക്കി വലിച്ചു കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് സ്പൈറൽ നോക്കാം കേട്ടോ. സ്പൈറൽ ഇതുപോലെ ഒരൊറ്റ 2 റൗണ്ട് ആക്കി ചെയ്യല്ല വേണ്ടത്, ഒരു 2-3 റൗണ്ട് കൊടുത്ത് സെൻറ്ററിലൊരു ഡോട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഫ്ലവർ നോക്കാം. ഫ്ലവർ അതുപോലെ സ്പൈറൽ കൊടുത്ത് ഡയറക്റ്റായിട്ട് നമ്മൾ ഹംസ് വരച്ച് കൊടുക്കരുത്. നമ്മൾ സ്പൈറൽ വരച്ച് നമ്മൾ അതിന് 4 സൈഡിലും ഒരു 4 ചെറിയ ലൈൻ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഹംസ് വരച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റും ഒരുപാട് വീഡിയോസായിട്ട് വരാം കേട്ടോ. ഇനി നമുക്ക് ഡോട്ട് നോക്കിയാലോ. ഡോട്ട് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഡോട്ടാക്കി കൊടുക്കല്ല വേണ്ടത്, നമുക്ക് എവിടെയാണ് ഡോട്ട് വേണ്ടത് അവിടെ വെച്ച് പ്രഷർ ചെയ്ത് കൊടുക്കാം. നമുക്ക് വലിയ ഡോട്ട് വേണമെങ്കിൽ വലുതാക്കി പ്രഷർ ചെയ്യാം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.